പ്രജിത്ത്, വൈദ്യപരിശോധന പൂർത്തിയായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. പറയൂ പ്രജിത്ത്. കൊല്ലത്ത് ഇന്ന് തന്നെ കോടതി സമയം കഴിഞ്ഞതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഇന്ന് തന്നെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യമുണ്ട്. കാരണം ഇന്ന് 10:00 ഹാജരായ പത്മകുമാറിനെ വൈകുന്നേരം വരെ മാത്രമാണ് ചോദ്യം ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങളും രേഖകളും ഒക്കെ കിട്ടിയെങ്കിലും ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. കാരണം ഈ ഗൂഢാലോചന എന്ന് മുതൽ ആരംഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം 2019 ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, ദേവസ്വം ബോർഡിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനും വളരെ മുൻപ് തന്നെ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ തമ്മിൽ കൂടിക്കാഴ്ചകൾ നിരന്തരം നടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ചകൾ എപ്പോഴാണ് അവർ സ്വർണ്ണക്കവർച്ച എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് തിരിഞ്ഞത് എന്നുള്ളതും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഈ സംഘം എത്തിയത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ദിവസം പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പത്മകുമാറിനെ മറ്റു പ്രതികളെ ഒപ്പുവരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. പത്മകുമാറുമായിട്ടുള്ള തെളിവെടുപ്പടക്കം ഈ സാഹചര്യത്തിൽ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശനത്തിന് വെച്ച സ്ഥലങ്ങളിൽ പലയിടത്തും പത്മകുമാർ എത്തുകയും അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം പത്മകുമാർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നിർണായകമായ കണ്ടെത്തലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ പിന്നെ ഒപ്പം തന്നെ പത്മകുമാർ വരും ദിവസങ്ങളിൽ നൽകുന്ന മൊഴികളും നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട ഉന്നത തലങ്ങളിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടുമോ എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പത്മകുമാറിന് മുകളിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഏതെങ്കിലും ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതും അപ്പോൾ അതടക്കമുള്ള പരിശോധനകൾക്കും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലുകൾ നിർണായകമായിരിക്കും. പ്രജിത്ത്, അതോടൊപ്പം തന്നെ ഈ പത്മകുമാറിനോട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അദ്ദേഹം എന്തെങ്കിലും പത്മകുമാർ അങ്ങനെ പറഞ്ഞതായി നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ ഒന്ന് വലിയ തിരക്കുണ്ടായ സമയമായിരുന്നു. പോലീസ് അടക്കം വളരെ പണിപ്പെട്ടാണ് പത്മകുമാറിനെ ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വാഹനത്തിലേക്ക് കയറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ പത്മകുമാറുമായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിടെ കോടതിയിൽ എത്തിച്ചതിന് ശേഷം അന്വേഷണ സംഘം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുമോ അതോ റിമാൻഡ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. അത് കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് CPM ആണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും CPM. പ്രത്യേകിച്ച് രണ്ട് ഉന്നത CPM നേതാക്കൾ പത്മകുമാറും N വാസുവും ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണക്കടത്ത കേസിൽ അറസ്റ്റിലായി. അവർ പ്രതികളായിരിക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും അത് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ പാർട്ടി കുഴയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെ ആയിരിക്കും എന്നതിനും തർക്കമില്ല. എന്തായാലും ഇന്ന് കൊല്ലത്തടക്കം ഈ പത്മകുമാറിനെതിരെ ഏതെങ്കിലും ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. രാവിലെ N വാസുവിനെതിരെ BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് ചിരഞ്ജീവി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത് പത്മകുമാറിന് മുകളിൽ ഈ സ്വർണ്ണക്കവർച്ച ഗൂഢാലോചനയിൽ ആർക്കെങ്കിലും പങ്കാളികൾ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, അവർക്ക് നേരെ വിരൽ ചൂണ്ടുമോ പത്മകുമാർ എന്നുള്ളതാണ്. പ്രജിത്ത്, വളരെ അവ്യക്തമായിട്ടാണ് എങ്കിലും പത്മകുമാറിന്റെ പ്രതികരണം എന്ന് പറയുന്നത് എല്ലാം അയ്യപ്പൻ തീരുമാനിക്കും എന്നുള്ളതാണ്. എന്തായാലും ശരിയാണ്, അധിക നാൾ കള്ളങ്ങളൊന്നും മൂടിവെക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ളതാണ്. എന്തായാലും കോടതിയിലേക്ക് കൊല്ലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അന്വേഷണ സംഘം പത്മകുമാറുമായി ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലും വിധേയമാക്കേണ്ടതുണ്ട്. നമുക്ക് ഗോകുൽ രമേശിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഗോകുൽ, നമുക്കറിയാം
അവർക്ക് വേണ്ടപ്പെട്ടവർ എല്ലാം തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. CPM പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പോകുന്നു. എൻ വാസു അറസ്റ്റിലായി. ഒപ്പം തന്നെ പത്മകുമാർ മുൻ MLA ആണ്, CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുമ്പോൾ പോലും ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറ്റാരോപിതനാണല്ലോ എന്ന്. അതായത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഈ പത്മകുമാറിന്റെ അറസ്റ്റ് കൊണ്ടൊന്നും പാർട്ടി പ്രതിരോധത്തിലാകില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. രാഖി, എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഉന്നതരായിട്ടുള്ള രണ്ടുപേർ, എൻ വാസു ആയാലും ഇപ്പോൾ പത്മകുമാർ ആയാലും തന്നെ CPM-ന്റെ സമുന്നതരായിട്ടുള്ള സഖാക്കളാണ്, സമുന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടും ഒക്കെ തന്നെയും അല്ലെങ്കിൽ ഈ CPM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ പരസ്യമായിട്ട് പ്രതിരോധമില്ല എന്നുള്ളതൊക്കെ പറയുമെങ്കിൽ പോലും CPM ഈ വിഷയത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ, CPM നേതാക്കളുടെ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ആ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് പത്മകുമാർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ്. ശബരിമല ഉൾപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിൽ ആ ഒരു വികാരം, ശബരിമല എന്ന് പറയുന്ന വികാരം വളരെ വലുതായിട്ട് നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. അവിടെയുള്ള CPM-ന്റെ ഏറ്റവും മുതിർന്നൊരു നേതാവ് തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. 1983 പത്തനംതിട്ട ജില്ലയിൽ CPM പാർട്ടി രൂപീകരണം മുതൽ ഇങ്ങോട്ട് പാർട്ടി കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടി അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് പത്മകുമാർ എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയിട്ടാണ്. അതുമാത്രമല്ല, പാർട്ടിയുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങളും എടുത്തിരുന്ന ഒരു പ്രധാന വ്യക്തി കൂടിയിട്ടാണ് പത്മകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ അറസ്റ്റ് പത്തനംതിട്ട ജില്ലയിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് 2019 യുവതി പ്രവേശന കാലയളവിൽ പത്മകുമാറിൻ്റെ വീട്ടിലേക്കടക്കം വലിയ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സംഘടനകളുടെയും ഒപ്പം പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും അതിനുശേഷം വീണ്ടും അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ അത് ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ വലിയ പ്രതിധ്വനികൾ ഉണ്ടാക്കും. CPM-നെ സംബന്ധിച്ച് അത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രതിരോധം തീർക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ ഏറ്റവും അടിയുറച്ചൊരു സഖാവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ മുൻ കോന്നി MLA-യും അതോടൊപ്പം തന്നെ ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയിട്ടാണ്. 25-ാമത്തെ വയസ്സിൽ പത്തനംതിട്ട ജില്ലയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. അല്ലെങ്കിൽ ആ ഒരു 25-ാം വയസ്സ് മുതൽ തന്നെ ആ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക്, CPM-ന്റെ പദവിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയിട്ടാണ് പത്മകുമാർ. തൻ്റെ 30-ാമത്തെ വയസ്സിൽ, അതായത് 1991 കോന്നിയിൽ നിന്ന് മത്സരിച്ച് CPM-ന്റെ MLA ആയി മാറിയ ഒരു വ്യക്തി കൂടിയിട്ടാണ്. അതിനുശേഷം 96-ൽ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു. അതിനുശേഷം വീണ്ടും ആറന്മുളയിലേക്ക് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ചൂടുമാറ്റം നടത്തുകയായിരുന്നു. ആറന്മുളയിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടെങ്കിൽ പോലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിലേക്കൊക്കെ തന്നെ അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്നു വരികയും ചെയ്തു. അതിനുശേഷം ബ്രാഞ്ച് തലത്തിലേക്ക് അദ്ദേഹം തരം താഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിനുശേഷം പിന്നീടും പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും പല പടിയായിട്ട് കയറി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുന്നൊരു നേതാവ് കൂടിയിട്ടാണ് പത്മകുമാർ എന്ന് പറയുന്നത്. ഒപ്പം ഈ CPM-നുള്ളിൽ പിണറായി VS എന്നിങ്ങനെയുള്ള രണ്ട് പക്ഷം അത് ചേരിതിരിഞ്ഞ് പോരാട്ടം നടത്തിയിരുന്ന വേളയിൽ പിണറായിയുടെ പക്ഷത്ത് നിന്നിരുന്ന ഒരു നേതാവ് കൂടിയിട്ടാണ് പത്മകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് ഏറ്റവും ആഭിമുഖ്യമുള്ള ഒരു നേതാവാണ്. പിണറായി വിജയന് തിരിച്ചും അത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ളൊരു നേതാവ് കൂടിയിട്ടാണ് പത്മകുമാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു നേതാവാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തെ ഏറ്റവും ഗൗരവമായിട്ട് CPM നോക്കിക്കാണേണ്ടത് ഒരു കാര്യമായിട്ട് നമുക്ക് പറയുവാനായിട്ട്. എന്തായാലും ഈ വിഷയം അത് വരുന്ന തെരഞ്ഞെടുപ്പിലായാലും അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ തന്നെ വലിയ പ്രതിധ്വനികൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും പത്മകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ, ഇങ്ങനെ ഒരു ആരോപണം ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് പത്മകുമാർ. പത്മകുമാറിന്റെ അറിവില്ലാതെ ഒരു സാഹചര്യവും ശബരിമലയിൽ നടക്കുകയില്ലായിരുന്നു. പത്മകുമാറിന്റെ അറിവില്ലാതെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും CPM-ന് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കുക.